ഇപ്പൊ നമ്മള് കിംസിന്ന് നേരെ ഇക്രയിലേക്ക് പോവാട്ടാ. ഒന്ന് കറങ്ങിട്ട് പോ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഹാപ്പി ആയി നിൽക്ക്. നമ്മളിങ്ങനെ ജോളി ആയിട്ട് പോകണം. നമ്മളെ മനസ്സിൽ ഫുള്ള് ഹാപ്പി ആയിരിക്കണം. എന്തോ ടെൻഷനൊന്നും വേണ്ട. അല്ലേ? ഇപ്പൊ വീഡിയോ കാണുന്ന പോലൊക്കെ ഫുള്ള് പ്രാർത്ഥന ഉണ്ട് എല്ലാവരും. നമ്മൾ ഇക്രയിലെത്തിട്ടാ. വണ്ടി താഴെ പാർക്ക് ചെയ്യാല്ലേ. നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോവാനാ പറഞ്ഞേ. ഇവിടെ തിരക്കാന്നോ തോന്നല്ലോ. പാർക്കിംഗ് ഇല്ലേ കുടുങ്ങും. അതിന്റെ മലാപ്പറമ്പിൽ ഈ ക്ലിനിക്കിലാണ് അരുൺ ഡോക്ടർ ഉള്ളത്, സർജന്. ഇപ്പൊ നമ്മളിവിടെ വന്നേ. ഞാൻ എന്നാലും വീൽ ചെയർ എടുത്തു തരാം. ചെന്നാകട്ടെ. ഇത് അടിപൊളിയാണല്ലോ അല്ലേ? ചെറിയ ക്ലിനിക്ക് വലിയ ഹോസ്പിറ്റലാണല്ലോ. അല്ല പോലെ ഇത് തണലിന്റെ ഹോസ്പിറ്റലാന്നാ പറയുന്നത്. MRI ഒക്കെ ഉള്ളത്. വഴിമാറി അപ്പുറത്തായിക്കറതിൻ്റെ ഇതല്ലല്ലോ. എന്താ ചെയ്യുക എല്ലാം കൂടി. ഇതല്ല അപ്പുറത്താവും. ഒരു മാറിപ്പോയി. അപ്പുറം സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇക്രൈൻ്റെ ആ ക്ലിനിക്ക്. അഡ്മിഷൻ റെഡിയാക്കണം. ഇക്ര ഹോസ്പിറ്റലിലേക്ക് ഞാൻ നടന്നു പോകുക കേട്ടോ. വണ്ടി എടുക്കാഞ്ഞേ അവിടെ പാർക്കിങ്ങിൽ വെച്ച് പിന്നെ അവിടെ കുറെ ലാഗ് അടിക്കണ്ടല്ലോ. നമുക്ക് വേഗം അഡ്മിഷൻ എടുത്തിട്ട് ഇനി പോരാ. എന്നാലും ഉപ്പാനെ വിടും. ഇല്ലാണ്ട് അവിടെ പോയി പോസ്റ്റ് അടിക്കണ്ടെന്നാണെന്ന് പറഞ്ഞേ. അടുത്ത് തന്നെ, അധികം ദൂരമൊന്നുമില്ല. ഇതാണ് അഡ്മിഷന്റെ കാർഡ്. അപ്പോൾ ഇക്രയിൽ വന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടോ. പിന്നെ വാർഡിലേക്ക് മാറ്റി, ആണുങ്ങളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാന്ന് തന്നെ പറയാം. ഡോക്ടർ പറഞ്ഞ ഒരു 5 ദിവസമെങ്കിലും മരുന്നും പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ റെഡിയാവും. സർജറി ഒന്നും ചെയ്യേണ്ടിയില്ല. നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാം ഇൻഫെക്ഷൻ മാറും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു 5 ദിവസം നല്ല രീതിയിലൂടെ ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് ചിലപ്പോൾ നിൽക്കേണ്ടി വരും കേട്ടോ വാർഡിൽ. പിന്നെ ഇക്രൈൻ്റെ ഫുഡ് കെയർ എന്ന് പറഞ്ഞിട്ട് മലാപ്പറമ്പിൽ ഒരു ക്ലിനിക്ക് ഉണ്ട് ഇക്രൈൻ്റെ തന്നെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയപ്പോൾ എൻ്റെ പഠിച്ചാൻ പറയുന്നത് ജീവിതത്തിൽ ഇനി ഒരിക്കലും പഞ്ചസാര കഴിക്കരുതേന്ന് മനസ്സിൽ അത്രക്കും. ഷുഗർ ഇമാതിരി വില്ലന അല്ലെ. ഷുഗർ വന്നിട്ട് കാലിൻ്റെ അടിയിലുണ്ടല്ലോ ഇങ്ങനെ തൊളാക്ക വന്ന് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ അവിടെ വിരളില്ലാത്തോലും ഷുഗർ വന്നിട്ട് നിങ്ങൾ പഞ്ചാരയും പിന്നെ ഓരോന്നൊക്കെ അങ്ങനെ അടിക്കുന്നില്ലേ. നിങ്ങളെല്ലാം ഞാനുൾപ്പെടെ ലഡുവ അത് ഇത് ശ്രദ്ധിച്ച മക്കളെ. ചോറൊക്കെ അങ്ങ് ഒഴിവായിക്കളാം. ഇതാറ്റ ഷുഗറാറ്റം കൂടിയിട്ട് കാലിനെന്തേ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മരണവേദന നമ്മൾ സഹിക്കേണ്ടി വരും. വെരിക്കോസിൻ്റെത് പിന്നെ വേറെ വഴിയില്ലാണ്ട് വരുന്നതാണ്. പക്ഷേ ഷുഗറൊക്കെ നമ്മൾ വിചാരിച്ചാൽ വരുന്നതാണല്ലോ. ജീവിതശൈലി രോഗങ്ങളാണല്ലോ. നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിനി മനസ്സിലിങ്ങനെ ഉറപ്പിക്കുക, ഇനി എൻ്റെ ജീവിതത്തിൽ ഷുഗറുള്ള ഒന്നും കഴിക്കരുതേന്ന്. അത്രയും സീനാണ് കേട്ടോ ഈ ഷുഗർ. പടച്ചോൻ കാക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 3-4 ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും, ഇക്ര ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇപ്പോൾ വന്നും പോയി. ഇപ്പോൾ ഉമ്മ വന്നിക്ക്. ഇപ്പോൾ പിന്നെ മിന്നുവിൻ്റെ അമ്മോനൊക്കെ വന്നിക്ക് പുല്ലാൾ വരുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ട് വരും. അങ്ങനെ രാത്രി ഞാൻ തന്നെ നിന്നോളും. കാരണം നമ്മളിപ്പം പുരയിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്നില്ല കണക്കാം. മിന്നും കുഞ്ഞൊന്നും ഇല്ലല്ലോ. ഒരേ ഒറ്റക്ക് നിൽക്കുന്ന ഇവിടെ നിന്നാൽ ഓർക്കൊരു ഉപകാരമെങ്കിലും ആകുമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യട്ടോ. എന്നാലും ഞാൻ ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നയാ. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ എന്നാ സ്ഥിതിന്നൊക്കെ. ഞാൻ അന്ന് കുളിച്ച് മാറ്റാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അവിടുന്ന് ഉമ്മയുണ്ട് കൂടെ. ഉമ്മ സാധനമൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാ. ഹോസ്പിറ്റലിൽ നിന്ന് കണ്ട 2-3 ആൾക്കാർ. ഇനി ഇത് കണ്ടിട്ട് തിരിയുന്നില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും പിന്നെ പോയി വരട്ടെ. ഇന്ന് രാത്രി ആടെ ഇക്രയിൽ നിൽക്കണം. രാത്രി ഞാൻ തന്നെ നിന്നോളാന്ന് പറഞ്ഞിരിക്കുക. നമുക്കിപ്പോൾ നമ്മളെ പുരയിൽ നിൽക്കുന്ന ഇവിടെ വെക്കുന്ന എല്ലാം കണക്ക് തന്നെയല്ലേ. ഒരു ഉപകാരം ഇവിടെ വെക്കുമ്പോൾ ഉപ്പാക്കും ഒരു ഉപകാരം. ഇനി ഇപ്പോൾ അളിയൻ നിന്നിട്ട് ഓന് പിറ്റേന്ന് കട തുറക്കേണ്ടതാ. കട ലീവായി ഓന് കിട്ടുന്ന പിന്നെ ഓൻ്റെ കച്ചവടം പോക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ പരിപാടി ഉണ്ട്. നമുക്ക് തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ വീഡിയോ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത്. ഇപ്പം വേറെ ജോലി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ വീഡിയോൻ്റെ ഒക്കെ മാത്രം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിൽക്കുന്നതിന് ആർക്ക് എനക്ക് വേണ്ട. നിങ്ങൾ ലഡു ഒന്നും കാണിക്കല്ല. ഇനി ജീവിതത്തിൽ ഇനി അങ്ങനത്തെ സാധനം തിന്നാലോ. ആ റൂമിൽ കാര്യാൽ എനക്ക് മതിയായി പോയിക്ക് പഞ്ചാര. ഡോറടച്ചോ എന്താണോ പറയാ. ആടെ അമ്മോനുണ്ട് ഹോസ്പിറ്റലില്. അപ്പോൾ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ.
ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാം. നമ്മൾ വാർഡിലാണ് കേട്ടോ ഉള്ളത്. വാർഡാണെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെ ഇതാ കർട്ടൻ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ. ഒരു റൂമിൻ്റെ അതേ ഇത് തന്നെ അല്ലേ. അതെ, ഇവിടെ കാലൊക്കെ ഡ്രസ്സ് ചെയ്തിയാണ് കേട്ടോ, 2 കാലും. ഇപ്പോൾ കുഴപ്പമില്ല, വേദന പറയില്ലേ. സലാഡ് എടുത്താ അതും അതിന് കൂട്ടിക്കോ. വെള്ളം ഇന്ന് വെക്കാല് ഇത് കിട്ടി നന്നായി, ഇതിനി കൊടുക്കണ്ട, സൈഡിൽ വെക്കാം. ഹായ്, എന്തൊക്കെയാണ് നമ്മളിവിടെ റൂമിൽ വാർഡിലാണ് കേട്ടോ ഉള്ളത്. ചായയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചായയെല്ലാം കുടിച്ച് അപ്പോൾ ട്രിപ്പെല്ലാം ഇങ്ങനെ കയറ്റിക്ക് 2 പ്രാവശ്യം ഇങ്ങനെ മരുന്ന് കയറ്റിക്ക്, ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുറവുണ്ട്. നടക്കുമ്പോൾ ചെറിയൊരു കാലുവേദന ഉണ്ട് എന്ന് പറയുന്നത്, അങ്ങ് റെഡിയാവും. നല്ല നല്ല നീരൊക്കെ ഇന്ന് ഡോക്ടർ റൗണ്ട്സിന് വന്നില്ല, വന്നിട്ട് എന്താണെന്നുള്ള നമുക്ക് കറക്റ്റ് ചോദിച്ചു നോക്കണം. വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഇവിടെ പള്ളിയെല്ലാം ഉണ്ട്, ഇക്രൈൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ പള്ളിയിലേക്ക് വേറെ എവിടെയും പോകാനൊന്നും വേണ്ട, ഒരു സമാധാനമുണ്ട്. ഞാൻ ഒരു പാൻറ് എടുത്തിന്, അത് വണ്ടിയിലുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ. 2-3 ദിവസമായി വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ എന്താണ് എടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇക്രയിലാണുള്ളത്. ഇനി ഒരു തിങ്കളാഴ്ച ഡിസ്ചാർജ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, എന്താ അറിയാല്ല. കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. ഇവിടെ മറ്റേ ഹോസ്പിറ്റൽ വാർഡൊന്നുമില്ല, ആടെയാട്ടുള്ള 1001 എന്നുള്ള നല്ല രസമുള്ള ബിൽഡിങ്ങായത്. പഴയ സ്കൂളിൻ്റെ ഒരു ഇതായിട്ട് ഇതാ മോള് കണ്ട എല്ലായിട്ടൊരു പഴയ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ശരിക്കും. ഇങ്ങനെ വാർഡ് ഇതാ ഓരോ ഇതും ഇങ്ങനെ കവറായിട്ടാണ്. അപ്പുറം ഇപ്പുറമൊക്കെ വാർഡാണ്, ആണുങ്ങളെ വാർഡിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ അളിയ ഫുഡ് കൊണ്ടുവന്ന ഭക്ഷണം ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും വിസിറ്റിങ്ങും ആൾക്കാരും ഒക്കെ ആണ്. പിന്നെ കുറവുണ്ടല്ലേ ഇപ്പോൾ കുറേ കുറവില്ലേ? വന്നതിനെക്കാട്ടും കുറേ മാറ്റമുണ്ട് അല്ലേ? അതെ. അപ്പോൾ 2 കാലം കെട്ടി തന്നെ 1 കാലിനാണ് നമ്മൾ പിന്നെ വിഷയമായിട്ട് വന്നത്. മറ്റേ പിന്നെ വെരിക്കോസിൻ്റെ വിഷയമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജായി പോകാനാകട്ടെ. നല്ലൊരു ദുആ ചെയ്താൽ. ഇവിടുന്ന് കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, നമ്മൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലരോടൊന്നും പെട്ടെന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഓരോ ഹോസ്പിറ്റലിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നെ വേറൊന്നും ഇല്ല. ഹോസ്പിറ്റലിൽ എന്ത് വീഡിയോ എടുക്കാനാരും 2-3 ദിവസം ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജൊക്കെ ആയാലേ ഇനി വീഡിയോ എടുക്കലുണ്ടാവും. നമുക്ക് നോക്കാം, ഡിസ്ചാർജിൻ്റെ അന്നാറ്റം എടുക്കാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊരു ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോഴുള്ളൊരു വിഷയം ഇതാണ്. നമ്മളെ അതുകൂടെ ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ അങ്ങനെ ആവില്ലല്ലോ. ഹോസ്പിറ്റലിൽ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനൊന്നും പറ്റൂലല്ലോ. പിന്നെ ഇത് ഇക്രയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്തായി നിങ്ങൾ അറിയല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പ്രശ്നമൊന്നുമില്ല, മാഷാ അല്ലാഹ്. ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെയാണ്. നേഴ്സുമാരും ഡോക്ടറൊക്കെ നല്ല കെയറിങ് ആണ്. അരുൺ ഡോക്ടർ സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. മൂപ്പരോട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് സംസാരിക്കാം, നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഡ്രസ്സിങ് ചെയ്യാൻ ഡെയിലി പോകണം രാവിലെ. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ സംസാരിക്കും, ഇത് നമ്മൾ കാണിച്ചു തരും, എത്രത്തോളം ഉണങ്ങിയെന്നൊക്കെ കാണിച്ചു തരും. നമുക്കൊരു കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്, ഇത്ര മാറിയല്ലോ എന്നൊക്കെ ഉള്ള. ഡോക്ടർ ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കാര്യമാണ് ബേജാറ്. കാരണം ഒരുപാട് ആൾക്കാരെ കാലൊന്നും ഇല്ല, അത്രയും പഴുപ്പും ഇതൊക്കെ വന്നിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ ശരി, നമുക്ക് കാണാം. ഡിസ്ചാർജിൻ്റെ അന്നോ അങ്ങനെയായിട്ട് നോക്കിയിട്ട് വീഡിയോ എടുക്കാം. അവർ 2 ദിവസം ചിലപ്പോൾ 2 ദിവസം ഇല്ല, നാളെയാണല്ലോ ഡിസ്ചാർജ് പറഞ്ഞല്ലേ, പറഞ്ഞ പോലെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.